ഇത് ഒരു മുന്തിരി മുളകെന്ന് പറയുന്നത്. അത് ഇങ്ങനെ ബൊക്കെ പോലെ ഇങ്ങനെ നിൽപ്പുണ്ട്. അത് കാണാനൊരു ഭംഗിയായതുകൊണ്ട് ഞാനത് വാങ്ങിച്ച് അങ്ങനെ നട്ടു വെച്ചിരിക്കുന്നു. അത് 2 ചോട് കിട്ടി. പറിക്കാൻ തോന്നുന്നില്ല. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ഇതെല്ലാം മുളകാണ്. മുളക് 3-4-5 വെറൈറ്റി മുളകുകളാണ്. മുകളിലും ഉണ്ട് വെറൈറ്റി മുളകുകൾ. ഇതൊക്കെ മുളകാണ്. ഇത് ഒരു വെള്ള മുളകാണ്. അല്ല ആപ്പിൾ മുളക്. ഇത് നീലക്കാന്താരി എന്ന് പറയും. കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. മുകളിലും ഉണ്ട്. കറുത്ത കാന്താരിയാണ്. പഴുക്കുമ്പോൾ ചുമന്ന നിറമാവും. ഇതൊരു മുളകാണ്. വയലറ്റ് മുളകാണ്. ഇത് ചീനി മരയ്ക്ക. നല്ല നിറച്ച് ഇങ്ങനെ മുളയ്ക്ക് ഇങ്ങനെ വളർന്നു വരികയാണ്. നിറയെ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. അപ്പം നമ്മൾ അടിയിൽ നിന്ന് പാകമായത് എടുക്കും. ഇത്രയും ഇങ്ങനെ സാമ്പാറിന് ഇടാൻ പറ്റും. തോരൻ വയ്ക്കാനൊക്കെ പറ്റും. നല്ലതാണ് തോരൻ വയ്ക്കുക. ഷുഗറുകാർക്കൊക്കെ ചീനി മരയ്ക്ക ഭയങ്കര നല്ലതാണ്. പയർ നമ്മളിങ്ങനെ വെർട്ടിക്കലായിട്ടാണ് നടണം. ഇങ്ങനെ പന്തൽ പോലെ ഇടാറില്ല. അപ്പോൾ പിന്നെ നമുക്ക് സ്ഥലവും വേസ്റ്റ് ആവില്ല. ഇങ്ങനെ ഒരു ഭംഗിയായിട്ടൊരു വോള് പോലെ അവിടെ നിൽക്കുകയും ചെയ്യും. മറ്റേ ഇങ്ങനെ പന്തൽ പോലെ ഇട്ടാൽ അടിയിൽ ഇങ്ങനെ തണൽ വരും. അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ വെർട്ടിക്കലായിട്ടാകുമ്പോൾ അത് അവർക്ക് സുഖമായിട്ട് അങ്ങനെ നിൽക്കാൻ നമുക്ക് പറിക്കാനും എളുപ്പമുണ്ട്.